നടനും എം.എൽ.എയുമായ മുകേഷിന് വൻ തിരിച്ചടി. ലൈംഗിക പീഡന ആരോപണത്തിൽ പോലീസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ തെളിവുകളെല്ലാം മുകേഷിനെതിരാണ്. ഇതോടെ മുകേഷിനെ പാർട്ടിയും കൈവിട്ടതായാണ് സൂചന. പ്രത്യേകിച്ച് സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് വീണ്ടും സംരക്ഷണവുമായി ഇറങ്ങിയാൽ അത് പാർട്ടി അംഗങ്ങൾക്കിടയിൽ പോലും അപമതിപ്പുണ്ടാക്കിയേക്കാം. അതിനാൽ മുകേഷിനെ രാഷ്ട്രീയമായി സംരക്ഷിക്കേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതോടെയാണ് രാജിയിലേക്കെന്ന തീരുമാനത്തിൽ മുകേഷ് സ്വയം എത്തിച്ചേർന്നതെന്നും സൂചനയുണ്ട്. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു. എം.എൽ.എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിൽ വാട്സപ്പ് ചാറ്റുകളുണ്ടെന്നും ഇമെയിൽ സന്ദേശങ്ങളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. താരസംഘടന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ് നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. ലൈംഗികാതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. നടിയുമായി മുകേഷ് യാത്ര ചെയ്തതിനടക്കം തെളിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതോടെ മുകേഷിൻ്റെ എം.എൽ.എ സ്ഥാന രാജിക്കായി പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് 2 തവണ എം.എൽ.എ ആയ നടനാണ് മുകേഷ്. ലോക്സഭയിൽ മത്സരിച്ചെങ്കിലും തോറ്റു. ഇനി മുകേഷിന് മത്സരിക്കാൻ CPM സീറ്റ് നൽകിയേക്കില്ല. എന്നാൽ ഇപ്പോൾ മുകേഷ് രാജിവെച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും. അത് ഒഴിവാക്കാനാണ് CPM ആഗ്രഹിക്കുന്നത്. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ CPMന് വേണ്ടി നിലകൊണ്ടിട്ടും തനിക്കെതിരായ പരാതിയിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണ കിട്ടിയില്ലെന്ന പരിഭവം മുകേഷിനുണ്ട്. ഈ സാഹചര്യത്തിൽ മുകേഷ് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയേറെയാണ്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാതിരിക്കാൻ ചില CPM നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. സിനിമയിലെ ഉന്നതരെയും ഇതിനുവേണ്ടി CPM സമീപിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കുറ്റപത്രം ഞെട്ടിച്ചെന്ന സന്ദേശം മുകേഷ് CPMലെ ബന്ധപ്പെട്ടവർക്ക് നൽകിയതായാണ് സൂചന. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ബലാത്സംഗ പരാതി പിൻവലിക്കില്ലെന്ന് അതിജീവിതയായ നടി നേരത്തെ പറഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും പരാതിക്കാരി പറഞ്ഞു. ആദ്യം പരാതി പിൻവലിക്കാൻ നടി തീരുമാനിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്മാറി. ഒറ്റപ്പെട്ടു പോയി എന്ന മനോവിഷമത്തിലാണ് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചത്. WCC പോലും തനിക്കൊപ്പം നിന്നില്ലെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. എന്നാൽ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പരാതി പിൻവലിക്കുന്നതിന് പിന്മാറുകയാണ്. കേസുമായി മുന്നോട്ടു പോകുമെന്നും നടി പറഞ്ഞിരുന്നു. തൻ്റെ പേരിലുള്ള പോക്സോ കേസിൽ അന്വേഷണം എഴിഞ്ഞു നീങ്ങുകയാണെന്നും എന്തുകൊണ്ടാണ് കേസിൽ തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതെന്നും അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ വേണ്ട പിന്തുണ നൽകാത്തതിനാലാണ് കേസിൽ നിന്ന് പിന്മാറുന്നതെന്ന് ബലാത്സംഗ കേസിൽ പരാതിക്കാരി പറഞ്ഞിരുന്നു. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് താൻ തുറന്നു പറച്ചിൽ നടത്തിയതെന്നും തനിക്കെതിരെ കള്ളക്കേസ് വന്നപ്പോൾ സർക്കാർ പിന്തുണച്ചില്ലെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. സിനിമാ താരങ്ങളായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങി 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരുന്നത്. നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബിൾ, ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ മുകേഷിനെതിരായ പരാതിയിൽ അടിസ്ഥാനമുണ്ടെന്നാണ് കുറ്റപത്രം പറയുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ ബിച്ചുവിനെതിരെയും പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഓഗസ്റ്റ് 28-ന് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, അതിക്രമിച്ച് കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, മോശം വാക്പ്രയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്.